പനിയായി റസൂലിന്റെ ചൂടേറ്റ ഗേഹം മലക്കുൽ മൗത്തിന്റെ വരവ് കണ്ടപ്പോൾ കിടുങ്ങി വേഗം പതിയെ പിടിക്കൻ റസൂലെന്ന നാദം മനസ്സിൽ പറഞ്ഞ് മലര. അപ്പോൾ ഇത് നമ്മുടെ റമദാൻ്റെ നനച്ചുള്ളിയുടെ പാർട്ട് 2 ആണ് കേട്ടോ. അപ്പോൾ പാർട്ട് 1 കാണാത്തവരുണ്ടെങ്കിൽ ഇതിന് തൊട്ട് മുമ്പത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പം നമ്മൾ അടുക്കളയിൽ നിന്നാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇപ്പം നമ്മൾ വെളിച്ചെണ്ണ, ഓയിൽ അതൊക്കെ ഒഴിച്ച് വെക്കണ കുപ്പി ലിക്വിഡും വെള്ളം ഒഴിച്ച് കുറച്ച് നേരം വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം കേട്ടോ. അടുക്കളയിൽ ഒട്ടുമിക്കതും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനിയിപ്പോൾ കുറച്ചും കൂടെ ഉള്ളൂ. അപ്പോൾ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് എന്തായാലും ഒന്ന് കണ്ടു നോക്കണേ. പകുതി മുക്കാലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ആ വീഡിയോയിലാണ് ഉള്ളത്. ഈ വീഡിയോയിൽ നമ്മുടെ ഫ്രിഡ്ജ് ക്ലീനിങ്, കബോർഡിൻ്റെ ഉള്ളിൽ പാത്രങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റാക്കുമ്പോൾ ഉണ്ടായിരുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ നേരത്തെ കഴുകിങ്ങായിട്ട് കമഴ്ത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുമേലത്തെ ഈ തട്ടില്ലേ അത് ഊരിയെടുത്തിങ്ങായിട്ട് അതൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. പിന്നെ ഈ സ്റ്റാൻഡ് നമ്മൾ നന്നായിട്ടൊന്ന് വെള്ളമൊഴിച്ച് തുടച്ചെടുക്കണം കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ആ സ്റ്റാൻഡ് എടുത്ത് ഞാൻ ഹോളിലേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ റാക്കുമ്പോൾ ഉണ്ടായിരുന്ന ആ തട്ടില്ലേ അത് ഞാൻ നമ്മുടെ പാത്രം കഴുകണ സോപ്പില്ലേ അത് വെച്ചിട്ട് നന്നായിട്ട്, ഇതൊരു സ്റ്റീൽ പോലത്തെ ഒരു ഇതാണ് കേട്ടോ അതിൻ്റെ തട്ട് വരുന്നത്. അപ്പോൾ അത് അങ്ങനെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. ഈ കഴുകണതൊക്കെ ഹോളിൽ ഒരു വലിയൊരു തുണി വിരിച്ചിട്ടിട്ട് അതുമ്മേൽ വെച്ചിട്ടാണ് കേട്ടോ വെള്ളം വലിയിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ അതാ ഇതിൻ്റെ അടിയിൽ നിന്ന് ഞാൻ പാത്രങ്ങളൊക്കെ കുറച്ചും കൂടി മാറ്റി വെച്ചിട്ടുണ്ട്. അതിൽ നിന്നുള്ളതൊക്കെ ഒഴിവാക്കി കഴിഞ്ഞിട്ട് ആ ബക്കറ്റും പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കണം. പിന്നെ നമ്മൾ ആ ബക്കറ്റ് ഒഴിവാക്കണം കേട്ടോ. എന്നിട്ട് എല്ലാം ആ വലിയ ടിന്നിലും അങ്ങനെയൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇതേമാതിരി പൊടികളും ഇതൊക്കെ എടുത്തിട്ട് ബാക്കി വരുമ്പോൾ ആ പൊടികൾ സ്റ്റേപ്ലർ അടിച്ചിട്ടാണ് കേട്ടോ വെക്കുക. അപ്പോൾ അതിലുണ്ടായ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം. അങ്ങനെ അതും ഇവിടെ കഴുകിയിട്ട് കഴിഞ്ഞിട്ട് ഇവിടെ ആ തുണിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വെള്ളം വലിഞ്ഞ് കിട്ടും. ഇനി നമുക്ക് ഈ ഒരു ബക്കറ്റാണ് കേട്ടോ വേണ്ടത്. ഇത് ഞാൻ അരിയൊക്കെ ഇട്ട് വെക്കുന്ന ബക്കറ്റാണ്. ഈ ബക്കറ്റ് നമ്മൾ ഒഴിവാക്കോട്ടെ. അരിയൊക്കെ നമ്മൾ ആ വലിയ പാത്രത്തിലാണ് വെക്കുക. അങ്ങനെ അതിലുണ്ടായ അരിയൊക്കെ എടുത്ത് മാറ്റി കഴിഞ്ഞിട്ട് ആ ബക്കറ്റ് നന്നായിട്ടൊന്ന് തേച്ച് കഴുകി എടുക്കുന്നുണ്ട്. പരമാവധി അതിൻ്റെ അടിയിൽ കുറച്ച് സാധനങ്ങൾ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ബക്കറ്റ് ഇതിൽ നിന്ന് മാറ്റണത്. അങ്ങനെ നമ്മുടെ ബക്കറ്റൊക്കെ ഇവിടെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മുടെ ഉള്ളിക്കൊട്ടയില്ലേ അതൊന്ന് കഴുകിയെടുക്കണം. പിന്നെ ആ മുറമില്ലേ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കാൻ കേട്ടോ. അപ്പോൾ ഉള്ളിക്കൊട്ടയുടെ അതിലുണ്ടായിരുന്ന സവാളയൊക്കെ എടുത്ത് മാറ്റി കഴിഞ്ഞിട്ട് ആ തട്ടൊക്കെ ഊരണം കേട്ടോ. ഞാൻ കൂടുതലും ഇതിനകത്ത് സവാളയും അതുപോലെ തേങ്ങയൊക്കെ ഉണ്ടിട്ട് വെക്കാറ്. ഇഞ്ചി വെളുത്തുള്ളിയൊന്നും ഞാനങ്ങനെ പുറത്ത് വെക്കാറില്ല, എല്ലാം ഞാൻ ഫ്രിഡ്ജിൽ തന്നെയാണ് വെക്കാറുള്ളത്. അങ്ങനെ ആ ഉള്ളിക്കൊട്ടയുടെ ആ ഒരു ഇതൊക്കെ കഴുകി ഇങ്ങോട്ട് അവിടെ കൊണ്ട് കമത്തി വെച്ചിട്ടുണ്ട്. ആ മുറവും കഴുകിയെടുത്ത് പിന്നെ 1-2 പാത്രം ഉണ്ടായിരുന്നു അതും കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് കഴുകണില്ല, ഇത് നമ്മളെ പുതിയതാണ് കേട്ടോ. നമ്മളിപ്പോൾ അടുത്ത് വെച്ചിട്ടുള്ളൂ, അതുകൊണ്ട് അത് കഴുകിയെടുക്കണില്ല. അതൊന്ന് പുറം ഭാഗമൊക്കെ ഒന്ന് തുടച്ചിങ്ങായിട്ട് വെക്കണുള്ളൂ. പിന്നെ നമ്മുടെ ചിരവൊക്കെ കഴുകി അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ മിക്സി, എയർ ഫ്രയർ ഇതൊക്കെ വെക്കണതാണ് കേട്ടോ, ചോപ്പർ. അപ്പോൾ അതെല്ലാം അവിടെ നിന്ന് എടുത്ത് ഒഴിവാക്കിയിട്ട് നമുക്ക് അവിടെ നിന്ന് തുടയ്ക്കാം കേട്ടോ. അപ്പം ഞാനിത് ചെയ്യുന്നതിൻ്റെ ഇടയിൽ റാശി നമ്മുടെ ക്രീം ബണ്ണില്ലേ അത് കൊണ്ട് തന്നതാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ക്യൂബേക്കിൻ്റെ ഈ ഒരു ക്രീം ബണ്ണ്. നല്ലോണം ക്രീമും ഉണ്ടാവും ഉള്ളിൽ, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അങ്ങനെ പിന്നെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെയും പണി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ നിന്ന് മുകളിൽ നിന്ന് അതൊക്കെ എടുത്ത് മാറ്റി പിന്നെ ആ തട്ട നൂരാൻ നോക്കിയിട്ട് നടക്കണുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ മുകളിൽ തന്നെ തുടച്ച് കൊടുത്ത് പിന്നെ അവിടെ ആ ടൈലും അതും സ്വിച്ച് ബോർഡും എല്ലാം നന്നായിട്ടൊന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മിക്സിയും എയർ ഫ്രയറൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. മിക്സി ഒന്ന് നന്നായിട്ട് തുടച്ചെടുക്കുന്നുണ്ട്. മറ്റേത് അല്ലാതെ തുടച്ചെടുക്കണുള്ളൂ, എയർ ഫ്രയറിൻ്റെ ആ ഒരു ഇത് മാത്രം കഴുകണുള്ളൂ കേട്ടോ. അപ്പം ഞാനില്ലേ ഈ മിക്സിയുടെ നമ്മുടെ ഈ ചെറിയ ഗ്യാപ്പുകളില്ല അവിടെയൊക്കെ ബഡ്സ് വെച്ചിട്ടാണ് കേട്ടോ വൃത്തിയാക്കുന്നത്. അപ്പോൾ നന്നായിട്ട് വൃത്തിയായി കിട്ടും നമുക്ക്. പിന്നെ അതാ നന്നായിട്ട് തുണി നനച്ചിങ്ങാനിട്ട് എല്ലാം ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ മിക്സി തുടച്ചിങ്ങാനിട്ട് നേരെ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതും അതുപോലെ എയർ ഫ്രയറും ഇതുപോലെ തുടച്ചിട്ട് ആ വയറൊക്കെ നന്നായിട്ട് തുടച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ എയർ ഫ്രയറിൻ്റെ ഉള്ളിലില്ലേ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ചോപ്പറും പിന്നെ നമ്മുടെ ചായപാത്രമില്ലേ അതൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതെല്ലാം കഴുകി കഴിഞ്ഞിട്ട് അവസാനം ഇതാ ഇവിടെ കമഴ്ത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിവിടെ പുറത്തൊന്നും അങ്ങനെ കൊണ്ടുവച്ചിട്ട് ഉണക്കൽ നടക്കുന്ന കാര്യമില്ല, അതുകൊണ്ട് ഇങ്ങനെയാണ് കേട്ടോ ഉണക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് നിറയുന്ന വരെ വെക്കും, എന്നിട്ട് നിറഞ്ഞു കഴിയുമ്പോൾ വെള്ളം വലിഞ്ഞതൊക്കെ അവിടെ നിർത്ത് മാറ്റും, എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് ചെയ്യും. അങ്ങനെയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ മുകളിൽ ഈ ഒരു സംഭവം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് നമ്മളിങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് കേട്ടോ. നമ്മുടെ പിസ്സ കട്ടർ അതുപോലുള്ള സാധനങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. സ്ട്രോ, അതുപോലെ ബീറ്റർ, കോഫി ബീറ്റർ ഇല്ല അത്, അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അതൊക്കെ അതിൽ നിന്നെടുത്ത് മാറ്റിയിട്ട്
നമ്മൾ ഈ ഫ്രിഡ്ജിന്റെ മുകളിലുള്ള ഈ കവർ അതിന്റെ മുകളിൽ നിന്ന് എടുത്ത് കളയണം കേട്ടോ. അത് വെക്കണില്ല ഇനി. ഓരോ സമയത്ത് ഓരോ തോന്നലല്ലേ. ഇത് ആദ്യം അതവിടെ കിടക്കാൻ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു, ഇപ്പം അതെടുത്ത് മാറ്റണം കേട്ടോ. അങ്ങനെ അതിലുള്ളതൊക്കെ ഈ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് അതിനകത്ത് കഴുകാൻ പറ്റാത്തത് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ കഴുകിയെടുക്കണം കേട്ടോ. നമ്മുടെ ബാർബിക്യൂവിൻ്റെ സ്റ്റിക്കില്ലേ അതൊക്കെയാണ് കേട്ടോ. അതൊക്കെ ഒന്ന് കഴുകിയെടുത്ത് ഇനി ഇതിൻ്റെ മുകളിലുള്ള ഫ്രിഡ്ജ് ജ്യൂസർ എല്ലാം എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഫ്ലാസ്കും മിക്സിയും ജഗ്ഗും ജ്യൂസറും എല്ലാം ഒന്ന് കഴുകിയെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ കൊണ്ട് കമഴ്ത്തി വെക്കാം കേട്ടോ. അതിന് മുമ്പായിട്ട് ഇതിൻ്റെ മുകളിലുള്ള ഈ ഒരു ഷീറ്റില്ലേ ഇത് ഇവിടെ ഊരി മാറ്റുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ എന്തോ ഒട്ടിക്കാൻ ഇതുമ്മ വെക്കാൻ വേണ്ടിയിട്ട് ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചതാണ് കേട്ടോ ഫ്രിഡ്ജിമ്മൽ. പിന്നെ അത് ജന്മം ഉണ്ടെങ്കിൽ ഉരിച്ചാൽ കിട്ടണില്ല. അങ്ങനത്തെ ചില പരിപാടികളൊക്കെ ഉണ്ട് എനിക്ക്. അപ്പോൾ ഇതാ ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് നമുക്ക് കഴുകിയെടുക്കണം. ആ ചിമ്മിണികളൊക്കെ തുടച്ചെടുക്കണുള്ളൂ കേട്ടോ. അപ്പോൾ ദേ ഫ്രിഡ്ജിൻ്റെ പുറം ഭാഗം അപ്പോൾ ഈ നേരം കൊണ്ട് ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഫ്രിഡ്ജിൻ്റെ ഇടയിലുള്ള നമ്മുടെ കവർ വെക്കുന്ന സംഭവമാണ് കേട്ടോ. അപ്പോൾ അതവിടെ നൂരാൻ കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് അത് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കണുള്ളൂ കേട്ടോ. നമ്മൾ ഐക്യെന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. ഇത് നമ്മൾ ഈ പുറത്തുനിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്ന കവറില്ലേ അത് നേരെ കൊണ്ട് അതിനകത്ത് വെക്കുക. പിന്നെ നമ്മൾ വേസ്റ്റ് ഇടാനായിട്ട് വേസ്റ്റ് ബാസ്ക്കറ്റിൽ കവർ വെക്കാനായല്ലോ, അങ്ങനെ വെക്കണതാണ് കേട്ടോ. അത് പിന്നെ നമ്മുടെ ടിഷ്യൂ ഹോൾഡറാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ടിഷ്യൂ കഴിഞ്ഞിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതെടുത്ത് മാറ്റി. പിന്നെ ഇതേ നമ്മുടെ മിക്സിയും ജ്യൂസറും ഒക്കെ ഇവിടെ കഴുകി കമഴ്ത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ കബോർഡിൻ്റെ മുകളിൽ ഈ ഗ്യാസിൻ്റെ പെട്ടി അതുപോലെ എയർ ഫ്രയറിൻ്റെ പെട്ടി ഇതെന്നോ മേടിച്ചതൊക്കെ ആവശ്യം വരുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മുകളിൽ കയറ്റി വെക്കണതാണ് കേട്ടോ. ഇങ്ങനെയുള്ള ബോക്സുകളൊക്കെ അത് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് അത് ആവശ്യം വരുമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ മുകളിലൊക്കെ കയറ്റി വെക്കും. പിന്നെ ഇതുപോലെ എടുത്ത് കളയാണ് കേട്ടോ. എല്ലാതും അതുപോലെ തന്നെയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാം. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഈ കാണുന്ന സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ട് വേണം ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തെടുക്കാൻ. അപ്പോൾ അത് എല്ലാ സാധനങ്ങളും എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഫ്രിഡ്ജിൻ്റെ പുറം ഭാഗമൊക്കെ നന്നായിട്ട് തുടച്ചു കൊടുത്ത് അത് കഴിഞ്ഞിട്ട് ഉള്ളിൽ നിന്ന് ആ ട്രേ ഒക്കെ എടുത്ത് മാറ്റി കഴിഞ്ഞിട്ട് അതൊക്കെ കഴുകി അവിടെ കമഴ്ത്തി വെച്ചിട്ടുണ്ട്. ഉള്ളിൽ മൊത്തം തുണി വെച്ച് കഴിഞ്ഞിട്ട് തുടച്ചെടുത്തിട്ടാണ്. ഫ്രിഡ്ജ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുടയ്ക്കുന്നതുകൊണ്ട് വലിയൊരു ക്ലീനിങ്ങിൻ്റെ ആവശ്യം വന്നിട്ടില്ല. പിന്നെ അടക്കിപ്പറക്കി വെക്കേണ്ട ഒരു സംഭവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജൊക്കെ നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട്. ട്രേ ആണെങ്കിൽ അവിടെ കഴുകി കമഴ്ത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫ്രിഡ്ജ് ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ തുടച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഓണാക്കി ഇട്ടതാണ് കേട്ടോ. അപ്പോൾ പുറം ഭാഗം നന്നായിട്ട് തന്നെ തുടച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ട്രേ ഒക്കെ ഇവിടെ വെള്ളം വലിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇതെല്ലാം അതിനകത്തേക്ക് തന്നെ വെച്ച് സാധനങ്ങൾ അതിനകത്തേക്ക് തന്നെ വെക്കുന്നുണ്ട്. അതിന് മുമ്പായിട്ട് നമുക്ക് ആ ഫ്രിഡ്ജ് ഇരിക്കുന്ന ഭാഗം ഒന്ന് ഇതാക്കാണ്ട് അപ്പോൾ രാശി വന്നിങ്ങായിട്ട് ഫ്രിഡ്ജ് മാറ്റിയിട്ട് അവിടെ ഉള്ളതൊക്കെ അടിച്ച് മാറ്റി തന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ പിന്നെ എന്ത് ചെയ്ത് സാധനങ്ങളൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് ഫ്രിഡ്ജിൻ്റെ മുകളിൽ മിക്സി ജ്യൂസർ അതൊക്കെ എടുത്ത് അതിൻ്റെ മുകളിലേക്ക് വെച്ച് അങ്ങനെ ഫ്രിഡ്ജ് സെറ്റ് ആയിട്ടുണ്ട്. ഫ്രിഡ്ജ് ഇനി നമുക്കൊന്നും കൂടെ അറേഞ്ച് ചെയ്യാനുണ്ട്. റമദാൻ്റെ ആ സമയമാകുമ്പോൾ കേട്ടോ. നമ്മൾ ഈ എല്ലാ മാസവും ലാസ്റ്റിലാണ് പോയി കഴിഞ്ഞിട്ട് ഒരു മാസത്തേക്കുള്ള സാധനങ്ങൾ വാങ്ങാറ്. പക്ഷേ ഈ മാസം നമ്മൾ സാധനങ്ങൾ വാങ്ങിയിട്ടില്ല. റമദാൻ്റെ 2-3 ദിവസം മുന്നേ പോയിട്ടാണ് കേട്ടോ നമ്മൾ സാധനങ്ങൾ ഇനി വാങ്ങുള്ളൂ. കാരണം അതിൻ്റെ ഇടയിൽ നമ്മൾ കുറേ പച്ചക്കറിയൊക്കെ മേടിച്ചുകൊണ്ട് വെച്ചിട്ട് കാര്യമില്ല. റമദാൻ പച്ചക്കറി പൊതുവെ കുറവായിരിക്കുമല്ലോ. ഇനിയിപ്പോൾ അതാ ഈ കബോർഡിൻ്റെ ഉള്ളിലെ പാത്രങ്ങളൊക്കെ എടുത്ത് പുറത്ത് വെച്ച് കഴിഞ്ഞിട്ട് എല്ലാം ഒന്ന് തേച്ച് കഴുകിയെടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഈ കൈലകളില്ലേ അതൊക്കെ ഒന്ന് എടുത്തുങ്ങാനിട്ട് കഴുകിയെടുക്കണം കേട്ടോ. അങ്ങനെ പാത്രങ്ങളെല്ലാതും ഇവിടെ ഇതാ കഴുകി നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ആ കബോർഡില്ലേ അതിൻ്റെ ഉള്ളിലൊന്ന് അടിച്ചു വാരി എടുത്തുങ്ങാനിട്ട് അവിടെ ഒന്ന് തുടച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ അതിൻ്റെ ഉള്ളിലൊന്ന് അടിച്ചു വാരി എടുക്കണം. മൊത്തത്തിലൊന്ന് അടിച്ചെടുത്തതിന് ശേഷം നമ്മുടെ തുടക്കണ മോപ്പില്ലേ അത് വെച്ചിങ്ങാനിട്ടാണ് കേട്ടോ ഈ കബോർഡിൻ്റെ പുറം ഭാഗവും ഉള്ളും ഒക്കെ ഒന്ന് തുടയ്ക്കുന്നത്. ആദ്യം തന്നെ ആ പുറം ഭാഗം ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ഈ മോപ്പ് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഡോറും ജനലും നമ്മുടെ കബോർഡും ഒക്കെ തുടയ്ക്കുന്നത്. നല്ല സുഖമാണ്. ഇത് നമ്മൾ ഓരോ ഭാഗം തുടച്ച് കഴിഞ്ഞിട്ട് ആ തുണി ഉരിച്ചിങ്ങാനിട്ട് കഴുകിങ്ങാനിട്ട് പിന്നെയും വെച്ച് കൊടുത്താൽ മതി. അപ്പം ഞാൻ ആ സ്പ്രേ ചെയ്ത ലിക്വിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തുടക്കണ ആ ഒരു ഇതില്ലേ ലിക്വിഡില്ലേ അതും വെള്ളവും മിക്സ് ചെയ്തതാണ് കേട്ടോ. അത് വെച്ച് സ്പ്രേ ചെയ്തിട്ടാണ് കേട്ടോ തുടച്ചു കൊടുക്കുന്നത്. ഇതാകുമ്പോൾ നമുക്ക് എല്ലാ ഭാഗത്തും നല്ല വൃത്തിയായിട്ട് തന്നെ തുടച്ചെടുക്കാൻ പറ്റും. ഇപ്പം നമ്മൾ തുണി കൊണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കുറേ നേരം പോകും. അപ്പോൾ അത് അവിടെ പുറം ഭാഗമൊക്കെ മൊത്തം തുടച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉള്ളും ഒന്ന് നന്നായിട്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട് എല്ലാ സൈഡും. അങ്ങനെ ഇത് ആ കബോർഡിൻ്റെ ഒരു സൈഡ് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത സൈഡ് ഇതുപോലെ തുടച്ചെടുത്ത് എല്ലാം സെറ്റാക്കി നമ്മളവിടെ കഴുകി വെച്ചിരിക്കുന്ന പാത്രങ്ങളൊക്കെ വെള്ളം വലിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതുപോലെ അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ സ്പൂണുകളും കൈലുകളൊക്കെ ഈ ഒരു വലിപ്പിലാണ് കേട്ടോ എല്ലാം കൂടെ വെച്ചിരിക്കുന്നത്. പിന്നെ അതിൻ്റെ അടിയിലത്തെ തട്ടിലായിട്ട് നമ്മൾ ഒരു തട്ടിൽ നമ്മുടെ ചട്ടിയും കലല്ലേ അതൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ നമ്മൾ സുർക്ക ഓയിൽ വെളിച്ചെണ്ണ അങ്ങനെയുള്ള സാധനങ്ങളില്ലേ അതൊക്കെ. ഇതൊക്കെ കഴിഞ്ഞ് കിച്ചണൊക്കെ നന്നായിട്ടൊന്ന് അടിച്ച് വാരിങ്ങാനിട്ട്
ഇനി കിച്ചണൊന്ന് തുടയ്ക്കുക. കിച്ചണിലെ എല്ലാ ഭാഗവും നമ്മൾ ക്ലീൻ ചെയ്ത് എല്ലാ സാധനങ്ങളും കഴുകിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോയും കൂടെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അങ്ങനെ കിച്ചണിലെ നനച്ചുള്ളി പരിപാടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ അകത്തൊക്കെ പണിയുണ്ട്. അപ്പം അതൊക്കെ അടുത്ത വീഡിയോയിൽ ഇടാം. അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ലെങ്ത് ആയി പോകും. ഇനിയിപ്പോൾ നമ്മൾ റംസാൻ്റെ മുന്നേ ഒന്നും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യും കേട്ടോ. അത് ഇത്രയും ഡീപ്പായിട്ടല്ല, ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കും. ഇപ്പം നല്ല രീതിയിൽ നമ്മൾ ബറാത്തിന് മുമ്പായിട്ടാണ് വീട് മൊത്തത്തിൽ നല്ല ഡീപ്പ് ക്ലീനിങ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് റംസാൻ്റെ 2 ദിവസം മുന്നേ ഒന്ന് അടിച്ച് തുടച്ചെടുക്കണം കേട്ടോ ചെയ്യുന്നത്. കിച്ചണിലാണ് കുറച്ചധികം നേരം വേണ്ടി വന്നതായിട്ട് തോന്നിയിട്ടുള്ളത്. നമ്മുടെ അകത്തും ബാത്റൂമൊക്കെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അവസാനം നമ്മുടെ കിച്ചണിലെ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കണേ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയും കൂടെ ഒന്ന് കണ്ടു നോക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഇനി ബാക്കി ക്ലീനിങ്ങിൻ്റെ വീഡിയോ അടുത്ത ദിവസം തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.